എല്ലാ പ്രേക്ഷകർക്കും മമ്മൂട്ടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകനും റിപ്പോർട്ടർ TV ഡിജിറ്റൽ ഹെഡുമായ ഉണ്ണി ബാലകൃഷ്ണനാണ്. സർ, സ്വാഗതം മമ്മൂട്ടീസ് വേൾഡിലേക്ക്. താങ്ക് യു മമ്മൂട്ടി. എന്തൊക്കെ വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇന്ന് മമ്മൂട്ടിയെ കാണുമ്പോൾ എന്നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതാദ്യം പറയാം. ഞാൻ ആദ്യമായി എഴുതിയിട്ടുള്ള നോവൽ, അതിൻ്റെ പേര് മരങ്ങളായി നിന്നതും എന്നാണ്. അത് സമകാലിക മലയാളം വാരിക 6 ലക്കങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ആ നോവൽ ഒരു പുസ്തകമായിട്ട് ഇറങ്ങുന്ന ദിവസമാണിന്ന്. അത് ഒലിവ് പബ്ലിക്കേഷൻസ് ആണ് ഇറക്കുന്നത്. പ്രശസ്ത സാഹിത്യകാരനായിട്ടുള്ള NS മാധവൻ സുനിൽ പീളയിടത്തിന് നൽകിയാണ് അതിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന്. അപ്പോൾ ഈ ലോക്സഭാ ഇലക്ഷന് ഏറ്റവും കൃത്യമായി അനലൈസ് ചെയ്ത് പ്രവചിച്ച ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള ആളുകളുടെ വളരെ ഫേമസ് ആയി നിൽക്കുക സാർ ഇപ്പോൾ. അപ്പം ഇതിൻ്റെ ഇത്രയും കറക്റ്റായൊരു പ്രവചനത്തിലേക്ക്, ഒരു അനാലിസിസിലേക്ക് എത്താൻ പറ്റിയ എങ്ങനെയായിരുന്നു? ഒരു പ്രവചനം എന്നൊക്കെ പറയുമ്പം ശരിയാണ്. നമ്മൾ NDA അല്ലെങ്കിൽ BJP അവർ പ്രതീക്ഷിക്കുന്ന അത്ര വലിയൊരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ നടത്താൻ പോകുന്നില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗതിവിഗതികളെ വളരെ ശ്രദ്ധാപൂർവം ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഓരോ സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെ ബോധ്യപ്പെടാനുള്ളൊരു ശ്രമവും ഞാൻ ഈ സമയത്തൊക്കെ നടത്തിയിരുന്നു. നമുക്കറിയാമല്ലോ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നരേന്ദ്രമോദി പറഞ്ഞിരുന്നത് 400 സീറ്റിലേറെ നേടിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരും എന്നാണ്. ആ നിമിഷം മുതൽ തന്നെ ആ പ്രസ്താവനയെ സംബന്ധിച്ച് എനിക്ക് സംശയങ്ങളുണ്ടായിരുന്നു. കാരണം 400 സീറ്റ് നേടുക എന്ന് പറയുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രമാത്രം സാധ്യമാണ് എന്നൊരു അന്വേഷണം ആ നിമിഷം മുതലാണ് ഞാൻ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. അപ്പോൾ ഞാൻ കടുത്ത യാഥാർത്ഥ്യങ്ങളിലേക്കാണ് എത്തിച്ചേർന്നത്. കാരണം ഇന്ത്യ അങ്ങനെ ഏകപക്ഷീയമായി BJPക്ക് അനുകൂലമായോ NDAക്ക് അനുകൂലമായോ ചിന്തിക്കുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന വസ്തുതകളാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ അന്വേഷണത്തിൽ എൻ്റെ മുന്നിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും വിലയിരുത്തി, ഓരോ സംസ്ഥാനങ്ങളിലെയും സാഹചര്യത്തെ വിലയിരുത്തിയാണ് 240 സീറ്റാണ് പരമാവധി BJPക്ക് ലഭിക്കുക. BJPക്ക് ഭൂരിപക്ഷം കിട്ടുന്ന പ്രശ്നമേ ഇല്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നാൽ അത്ഭുതകരം എന്ന് പറയട്ടെ, 240 സീറ്റാണ് BJPക്ക് ലഭിച്ചത്. ഇന്ത്യൻ ജനത എങ്ങനെ ചിന്തിക്കുന്നു എന്ന് അന്വേഷിച്ചു പോയപ്പോൾ ലഭ്യമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ വിലയിരുത്തൽ വിജയമായി എന്നത് എന്നെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുന്ന കാര്യവുമാണ്. അപ്പം മൂന്നാം മോദി ഗവൺമെൻറ് ശക്തമായ പ്രതിപക്ഷമുള്ള ഒരു ലോക്സഭയാണ്. അതെ. അതിനെ കുറിച്ചിൻ്റെ സാറിൻ്റെ വിലയിരുത്തലുകൾ എങ്ങനെയാണ്? ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ NDAയുടെ വിജയം എന്നതിനപ്പുറത്ത് ഒരു ശക്തമായ പ്രതിപക്ഷത്തിനു വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്. നമുക്കറിയാലോ, കഴിഞ്ഞ 10 വർഷം 2014 നരേന്ദ്രമോദി തരംഗമായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്. മോദി തരംഗത്തിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി, അല്ലേ? 1984 ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് രാജീവ് ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടായത്. അതിനുശേഷം ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ. എന്നാൽ 2014 സ്ഥിതി വ്യത്യസ്തമായിരുന്നു. നരേന്ദ്രമോദി ഒരു തരംഗമായി മാറുന്നു. അതുമാത്രവുമല്ല, അന്ന് അധികാരത്തിലിരുന്ന UPA സർക്കാരിനോട് കടുത്ത എതിർപ്പും യഥാർത്ഥത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 സാഹചര്യങ്ങളും പൊരുത്തപ്പെട്ടു വന്നപ്പോൾ ഏകപക്ഷീയമായ ഒരു ഭൂരിപക്ഷം 282 സീറ്റ് എന്ന നിലയ്ക്ക് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നു. പിന്നെ നമ്മൾ കാണുന്നത് BJPയുടെ NDAയുടെ നരേന്ദ്രമോദിയുടെ ഒരു ആധിപത്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പരാജയം നേരിട്ടത് കോൺഗ്രസിനായിരുന്നു. കോൺഗ്രസിന് അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കുറച്ച് സീറ്റുകളിലേക്ക് ചുരുങ്ങേണ്ടി വന്നു പാർലമെൻറ്റിൽ. അപ്പോൾ പാർലമെൻറ്റ് ഒരു പ്രതിപക്ഷമില്ലാത്ത അവസ്ഥയായിരുന്നു യഥാർത്ഥത്തിൽ 2014-19 കാലഘട്ടം. 2019 മറ്റൊരു സാഹചര്യം രൂപപ്പെടുന്നു, അല്ലേ? നമുക്കറിയാവുന്നതുപോലെ പുൽവാമയിൽ CRPF ജവാന്മാർ കൊല്ലപ്പെടുന്നു. അതിനുശേഷം ഇന്ത്യ പാകിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള ബാലാക്കോട്ടിലേക്ക് ആക്രമണം നടത്തുന്നു. അപ്പോൾ അതൊരു വലിയ ശക്തമായ ദേശീയ വികാരം രൂപപ്പെടുത്തുന്നു. ആ ദേശീയ വികാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് 2019 നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. അഭൂതപൂർവമായ ഭൂരിപക്ഷം നരേന്ദ്രമോദിക്കുണ്ടായി. 303 സീറ്റ് എന്ന് പറയുന്ന വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തി. ഇപ്പോൾ 2019 ശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം. നരേന്ദ്രമോദി എങ്ങനെയാണ് പാർലമെന്റിൽ പെരുമാറിക്കൊണ്ടിരുന്നത്? പാർലമെന്റിൽ തനിക്ക് മുഖാമുഖം ഒരു പ്രതിപക്ഷം ഇരിക്കുന്നു
എന്നൊരു ഭാവം പോലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഏകപക്ഷീയമായി ബില്ലുകൾ പാസ്സാക്കുക, MP-മാരെ പുറത്താക്കുക, ഭരണഘടനാ സ്ഥാപനങ്ങളെ സർക്കാരിന് അനുകൂലമായി ഉപയോഗിക്കുക, ആ അർത്ഥത്തിലൊക്കെ ഒരു ഏകാധിപത്യ പ്രവണതയുള്ള ഒരു സർക്കാരായിരുന്നു 2019-2024 നമ്മൾ കണ്ടത്. 2024 തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനത ആഗ്രഹിച്ചത് ഇന്ത്യയിൽ ഒരു ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കണം എന്നാണ്. ആ ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കണമെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ടത്, ഞാൻ എപ്പോഴും പറയും, ഒരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ശക്തമായ പ്രതിപക്ഷമാണ്. ശക്തമായ പ്രതിപക്ഷം ഉള്ളപ്പോൾ മാത്രമാണ് നന്നായി ഒരു ജനാധിപത്യ സംവിധാനം പ്രവർത്തനക്ഷമമായിരിക്കുക. അപ്പോൾ അങ്ങനൊരു അതിശക്തമായ പ്രതിപക്ഷത്തെ 2024 ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ജനത അധികാരത്തിലേറ്റി എന്ന് ഞാൻ പറയും. യഥാർത്ഥത്തിൽ നമ്മുടെ യാഥാർത്ഥ്യമാണ്, NDA ആണ് അധികാരത്തിലിരിക്കുന്നത്, പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയാണ്. പക്ഷേ നോക്കൂ, 2024 ആദ്യത്തെ ലോക്സഭാ സമ്മേളനം, പാർലമെന്റ് സമ്മേളനം, എന്താണ് നമ്മൾ കണ്ടത്? അതിശക്തമായൊരു പ്രതിപക്ഷമാണ്. ഇന്ത്യൻ ജനത നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെ അതിശക്തമായി പാർലമെന്റിൽ ഉന്നയിക്കുന്ന ഒരു പ്രതിപക്ഷത്തെയാണ്. പലപ്പോഴും പ്രതിപക്ഷത്തിലെ നേതാക്കൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ മറുപടിയില്ലാത്തൊരു ട്രഷറി ബെഞ്ചിനെയാണ് നമ്മൾ കണ്ടത്, അല്ലെ? നരേന്ദ്രമോദി പോലും പരിഹസിക്കപ്പെടുന്നു. അങ്ങനൊന്നും സംഭവിക്കാത്തൊരു പാർലമെന്റാണ് കഴിഞ്ഞ 10 വർഷമുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ശക്തമായ പ്രതിപക്ഷത്തെ ഉണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പ് എന്നതാണ് എൻ്റെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തൽ. രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അതെ, അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്? നോക്കൂ, നമുക്കറിയാലോ 2004 രാഹുൽ ഗാന്ധി ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നിശ്ചയമായും രാഹുൽ ഒരു യുവാവായ ആളാണ്, അല്ലേ? 20 വർഷം മുമ്പ് ഏതാണ്ട് 30 വയസ്സിലാണ് പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നത്. അമേഠിയിൽ നിന്ന് വിജയിക്കുന്നു. ഇപ്പോൾ 4 തവണ അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റ് അംഗമായിരുന്നു. 5ാം തവണയാണ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിലേക്ക് എത്തുന്നത്. രാഹുൽ ഗാന്ധി 2004 എത്തുമ്പോൾ ഞാൻ ഇന്ത്യൻ പാർലമെൻറ്റിലുണ്ട്. അന്നൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന കാലമാണ്, ഏഷ്യാനെറ്റിൻ്റെ ഭാഗമായിട്ട്. 2004 വലിയൊരു വിജയമാണല്ലോ യഥാർത്ഥത്തിൽ കോൺഗ്രസിനുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ കോൺഗ്രസ് പിക്ചറിലേ ഇല്ലാത്തൊരു സമയത്ത് ഈ പറഞ്ഞ കണക്ക് തന്നെ വാജ്പേയിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഇന്ത്യ ഷൈനിങ് എന്ന് പറയുന്ന വലിയ പ്രചാരണവുമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ആ സമയത്ത് ഒരിക്കൽ പോലും ഞങ്ങൾ ആരും വിചാരിച്ചിട്ടില്ല ഒരു കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അധികാരത്തിൽ വരുമെന്ന്. അന്ന് വാജ്പേയിയുടെ പ്രതിച്ഛായ രാജ്യമെമ്പാടും വളരെ ശക്തമാണ്. ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് വളരെ ചെറിയ സാന്നിധ്യമായിരുന്നു. നമ്പർ ഓഫ് സീറ്റ്സ് ഒക്കെ കൂടുതലുണ്ടെങ്കിൽ പോലും അത്ര വലിയ ശക്തമായ സാന്നിധ്യമൊന്നും ആയിരുന്നില്ല കോൺഗ്രസിൻ്റേത്. എന്നാൽ 2004 UP അധികാരത്തിൽ വരുന്നു. അപ്പോൾ അന്നാണ് പാർലമെൻറ്റിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നത്. ഞാൻ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ അടുത്ത് നിരീക്ഷിക്കാൻ എനിക്ക് ആ സമയത്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 2019 ശേഷം ഇപ്പം മമ്മൂട്ടി സൂചിപ്പിച്ചതുപോലെ ഒരു ട്രാൻസ്ഫോമിംഗ് ലീഡറായിട്ട് രാഹുൽ ഗാന്ധി മാറുകയാണ്. നമുക്കറിയാലോ, രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് പറഞ്ഞ് ഒരു പ്രതിച്ഛായ നിർമ്മാണം BJP നടത്തിയിട്ടുണ്ട്. ഒന്നിനും കൊള്ളാത്ത ഒരാൾ, ഒരു മണ്ടനായ ആൾ, പലപ്പോഴും സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്വയം തന്നെ ബോധ്യമില്ലാത്ത ഒരാൾ. ആ രീതിയിലൊക്കെയാണ് രാഹുൽ ഗാന്ധിയെ ചിത്രീകരിക്കാൻ BJP ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്ന പരിപാടി, ഭാരത് ജോഡോ യാത്ര യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ പീരീഡായിട്ട് കൂടി ഞാൻ കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് കാശ്മീരിൽ അവസാനിച്ച ആ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്തത്. രാഹുൽ ഗാന്ധിയെ അന്ന് ഒരു മാധ്യമവും വളരെ ഗൗരവത്തോടെ കണ്ടിട്ടില്ല. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലൂടെ ആ ജാഥ കടന്നു പോയപ്പോൾ ഒരു നല്ല കവറേജൊക്കെ നൽകിയിട്ടുണ്ട്. എങ്കിലും കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ഒരു ദേശീയ കവറേജ് കിട്ടിയിട്ടില്ല. ആരും ഗൗരവത്തിൽ രാഹുൽ ഗാന്ധിയുടെ യാത്രയെ കണ്ടിരുന്നില്ല. എന്ന് മാത്രവുമല്ല, ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഇനിയിപ്പം ഒരു മോഡി കാലഘട്ടമാണ് ഇന്ത്യയിൽ ഉണ്ടാവുക എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ രാഹുൽ ഗാന്ധി അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും ദേശീയ മുഖ്യധാരാ മാധ്യമങ്ങൾ അകറ്റി നിർത്തിയിരുന്നൊരു സമയമാണ്. പക്ഷേ ഈ യാത്രയിലുടനീളം രാഹുൽ ഗാന്ധി ജനങ്ങളുമായി സംസാരിക്കുകയും അവരെ കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ കാണേണ്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധിയുടെ ആ സമയത്തെ വസ്ത്രധാരണവും ആലോചിച്ചു. ഒരു വെള്ള ടീഷർട്ടും ഒരു പാൻറ്റും ഇട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ രാജ്യത്തുടനീളം യാത്ര ചെയ്തത്. അതേസമയത്ത് അപ്പുറത്ത് നരേന്ദ്രമോദിയുടെ വസ്ത്രങ്ങളൊന്ന് കണ്ടു നോക്കൂ. അദ്ദേഹം വളരെ ബൂട്ട് സ്യൂട്ട് സർക്കാർ എന്നാണല്ലോ പറയുന്നത്. നല്ല സ്യൂട്ടൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. അത് തെറ്റൊന്നുമല്ല.
പ്രശ്നം അദ്ദേഹം ഒരിക്കലും ജനങ്ങൾക്ക് ആക്സസിബിൾ ആയിരുന്നില്ല. പ്രധാനമന്ത്രി ആയിരിക്കുന്നതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ രാഹുൽ ഗാന്ധി ജനങ്ങൾക്കിടയിലൂടെ നടക്കുകയാണ്, അവരെപ്പോലൊരു സാധാരണക്കാരനായി നടക്കുകയാണ്. അതൊരു വലിയ ഇമ്പാക്റ്റാണ് ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയത്. ഒന്ന്, അത് രാഹുൽ ഗാന്ധിയെയും ട്രാൻസ്ഫോം ചെയ്തു വ്യക്തിപരമായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ എന്താ പറയുക, പക്വതയോടുകൂടി കാര്യങ്ങളെ പറയുകയും നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ലീഡറായി രാഹുൽ ഗാന്ധി രൂപപ്പെട്ടു വന്നത് ഈ പറയുന്ന ഭാരത് ജോഡോ യാത്രയിലൂടെയാണ്. ആ യാത്ര അവസാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധി എന്ന നേതാവിനൊരു പ്രതീക്ഷ രൂപപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, അന്ന് നമ്മളുടെ രാജ്യം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാപമായിരുന്നു മണിപ്പൂർ കലാപം എന്ന് പറയുന്നത്. ആ മണിപ്പൂർ കലാപത്തിൽ ഒരു സംസ്ഥാനം മുഴുവൻ കത്തിയെരിയുമ്പോൾ ആ കലാപത്തോട് നിസ്സംഗമായൊരു സമീപനം സ്വീകരിച്ച പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അതേ സംബന്ധിച്ചൊരു പ്രതികരണത്തിന് പോലും അദ്ദേഹം തയ്യാറായിരുന്നില്ല. നരേന്ദ്രമോദി അത് പാർലമെൻറ്റിൽ സംസാരിച്ചിട്ടില്ല. പാർലമെൻറ്റാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണനിർവഹണ ബോഡി എന്ന് പറയുന്നത്. അവിടെയാണ് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നൊക്കെ നമ്മൾ പറയും. ആ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോറമായിട്ടുള്ള പാർലമെൻറ്റിൽ പോലും ഇക്കാര്യത്തിലൊരു ചർച്ചയുണ്ടായില്ല. പിന്നെ എപ്പോഴാണ് ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായത്? ചർച്ചയ്ക്ക് സർക്കാർ അപ്പോഴും തയ്യാറായിട്ടില്ല. എന്നാലും ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു. ആ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോഴാണ് പ്രതിപക്ഷത്തിന് പോലും പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കാൻ കഴിഞ്ഞത്. മണിപ്പൂരിലേക്ക് രാഹുൽ ഗാന്ധി യാത്ര ചെയ്തു, അവിടെ ജനങ്ങളുമായി സംസാരിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് എന്താ? ഭാരത് ന്യായ് യാത്രയാണ്. ഭാരത് ന്യായ് യാത്ര ആരംഭിക്കുന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്നാണ്. എന്താണ് നമ്മൾ അവിടെ കണ്ടത്? അവിടെ കണ്ടത് ആ ജാഥയെ ആക്രമിക്കുന്ന ജനങ്ങളാണ്. ആരുടെ? സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി അസമിലൊക്കെ നേരിട്ട് ജനങ്ങൾ ആക്രമിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ. ഇതെല്ലാം ഇന്ത്യയിലെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾക്ക് ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ സഹായവും പിന്തുണയൊന്നും ഇന്ന് ഈ രാജ്യത്ത് ആവശ്യമില്ല. ഇന്ന് രാജ്യത്തെന്നല്ല, ലോകത്ത് തന്നെ ആവശ്യമില്ല. ഞാൻ പറയാറുണ്ട്, 3 കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളത് എങ്കിൽ 2 കോടി ചാനലുണ്ട് കേരളത്തിൽ. കാരണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഒരു ചാനലാണ്, ഒരു വിനിമയ ഉപാധിയാണ്, ഒരു മാധ്യമമാണ്. അതിലൂടെ നിങ്ങൾ കാണുന്ന എന്തിനേയും നിങ്ങളുടെ ഒരു ഗ്രൂപ്പിലേക്കെങ്കിലും എത്തിക്കാൻ പറ്റും. ആ ഗ്രൂപ്പിൽ നിന്ന് അത് പിന്നെ പുറത്തേക്ക് പോകും. അങ്ങനെ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ നിങ്ങളെ അകറ്റി നിർത്തിയാലും നിങ്ങളുടെ ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ മതിയാകും. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഓരോ ഇടപെടലും വലിയ രീതിയിൽ ജനങ്ങൾ അംഗീകരിച്ചു. രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഒരു നേതാവാണ്. മറുവശത്ത് ഏകാധിപത്യത്തോടുകൂടി ബഹുസ്വരതയെ അംഗീകരിക്കാതെ, മതേതരത്വത്തെ അംഗീകരിക്കാതെ, ഇന്ത്യൻ ഭരണഘടനയൊക്കെ വലിയ വിശ്വാസമാണ് എന്ന് പറയും, ഇന്ത്യൻ ഭരണഘടനയെടുത്ത് ചുംബിക്കും. അതൊക്കെ ചെയ്യുമ്പോഴും ഭരണഘടന വിഭാവന ചെയ്തിരിക്കുന്ന മതസൗഹാർദ്ദവും ബഹുസ്വരതയും ബഹുഭാഷാ സംസ്കാരവുമുള്ള ഒരു രാജ്യത്തെ അംഗീകരിക്കാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. അതിന് നേർ വിപരീതമായ ഒരു ആശയത്തെ ഉയർത്തിപ്പിടിക്കുന്ന നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധി വളർന്നു വന്നിട്ടുണ്ട്. സാറിൻ്റെ കരിയറിൻ്റെ തുടക്കം എവിടെയായിരുന്നു? ഞാൻ പ്രിൻറ്റ് മീഡിയയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഞാൻ ജേർണലിസം പഠിച്ചിട്ടില്ല. ഞാനൊരു എഴുത്തുകാരനായിട്ടാണ് എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ കവിതയൊക്കെ എഴുതുമായിരുന്നു. അപ്പോൾ അങ്ങനെ 1-2 കവിതകൾ കലാകൗമുദിയിൽ പ്രസിദ്ധീകരിച്ചു. കലാകൗമുദി അന്ന് വളരെ പ്രശസ്തമായ ഒരു സാഹിത്യ വാരികയാണ്. അന്ന് ഒ വി വിജയനെ പോലെയുള്ള, പോൾ സക്കറിയെ പോലെ, സച്ചിദാനന്ദനെ പോലെ, ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെയൊക്കെ പോലെ, VK എന്നെയൊക്കെ പോലുള്ള ആളുകൾ എഴുതുന്ന ഒരു വാരികയായിരുന്നു കലാകൗമുദി. അവിടെ എൻ്റെ ഒരു കവിത പ്രസിദ്ധീകരിച്ചു വരുന്നു. അന്ന് S ജയേന്ദ്രൻ നായരാണ് ആ വാരികയുടെ പത്രാധിപരായിരുന്നത്. അദ്ദേഹമായിട്ടൊരു ബന്ധമുണ്ടാകുന്നു. അപ്പോൾ അന്ന് ഫീച്ചറുകൾ ധാരാളമായി കേരളം ചർച്ച ചെയ്ത് വായിച്ചുകൊണ്ടിരുന്ന ഒരു സമയം. അപ്പം ഞാൻ ഫീച്ചറുകൾ ചെയ്യാൻ തുടങ്ങി. വളരെ ഈ ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റിനെ കുറിച്ച്, KPSCയെ കുറിച്ച് ഒക്കെയുള്ള ഫീച്ചറുകൾ ഇങ്ങനെ എഴുതിയിരുന്നു. അപ്പോൾ ആ സമയത്ത് കലാകൗമുദിയിൽ യാദൃശ്ചികമായ ഒരു ഒഴിവ് വന്നു. അപ്പോൾ ഒഴിവ് വന്നപ്പോൾ ഈ ജയേന്ദ്ര സാറിനോട് ചോദിച്ച് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു എന്താ പറയുക, ഹാപ്പൻ ടു ബി എ ജേർണലിസ്റ്റ് എന്ന് പറയത്തില്ലേ, അത് അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാതെ കലാകൗമുദിയിൽ ഒരു ജോലി കിട്ടുന്നു. അങ്ങനെയാണ് ജേർണലിസ്റ്റിലേക്ക് വരുന്നത്. അത് 1994 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഏഷ്യാനെറ്റ് അവരുടെ വാർത്ത ആരംഭിച്ചു. ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഒറ്റ ചാനലാണെന്നുള്ളൂ. അതിലൊരു വാർത്താ ബുള്ളറ്റിൻ ആരംഭിച്ചു. ആ സമയത്ത് ഞാൻ വെറുതെ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. അപ്പോൾ 96 ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നില്ല. ഇവിടെ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഏഷ്യാനെറ്റിൽ വരുന്നത്. പിന്നെ അവിടെ മുതൽ ദൃശ്യമാധ്യമ രംഗത്താണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ജീവിതത്തിലൊരു വലിയ
ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 1998 ഞാൻ ഡൽഹിയിലേക്ക് എൻ്റെ പ്രവർത്തനം മാറുന്നു. 1998 മുതൽ 2010 വരെയുള്ള 12 വർഷക്കാലം ഞാൻ ഡൽഹിയിലാണ് മാധ്യമപ്രവർത്തനം നടത്തിയത്. ഒരുപാട് സംഭവങ്ങൾ നടന്ന ഒരു 12 വർഷക്കാലമാണ്. അതായത് 98 വാജ്പേയി ആദ്യമായി അധികാരത്തിൽ വരുന്നു, BJP സർക്കാർ അധികാരത്തിൽ വരുന്നു. അതിന് മുമ്പ് 13 ദിവസം വാജ്പേയി അധികാരത്തിൽ വന്നിട്ടുണ്ട്. വാജ്പേയി അധികാരത്തിൽ വന്ന 98 തന്നെ ആദ്യമായി ഈ നമ്മൾ ആണവ പരീക്ഷണം നടത്തുന്നു, അല്ലേ? പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തുന്നു. അതോടുകൂടി ലോക രാഷ്ട്രീയവും ഏഷ്യൻ രാഷ്ട്രീയവും മാറുകയാണ്. കാരണം വെച്ചാൽ പിന്നെ 15 ദിവസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തി. അപ്പം ഈ അയൽ രാജ്യങ്ങൾ, ശത്രു രാജ്യങ്ങൾ മുഖാമുഖം നിൽക്കുന്ന ഒരു അന്തരീക്ഷം, ഏഷ്യയുടെ സമാധാനത്തിലൊരു ടെൻഷൻ ഉണ്ടാകുന്ന അവസ്ഥ, അപ്പോൾ ലോകരാജ്യങ്ങൾ നമുക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്ന അവസ്ഥ, അതൊക്കെയായിരുന്നു ഞാൻ ഡൽഹിയിൽ ഇറങ്ങുമ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്ന സംഭവങ്ങൾ. വളരെ പെട്ടെന്ന് 99 കാർഗിൽ യുദ്ധമുണ്ടായി. അതൊരു വലിയ യുദ്ധമായിരുന്നില്ലെങ്കിലും ഒരു 19 ദിവസം നീണ്ടു നിന്ന വളരെ ടെൻസ്ഡ് ആയിട്ടുള്ള ദിവസങ്ങൾ തന്നെയായിരുന്നു. അപ്പം ഒരു യുദ്ധം റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക. അത് കഴിഞ്ഞപ്പോഴാണ് ഗോദ്ര, ഓഫ് കോഴ്സ് 2002 ഗോദ്ര കലാപം ഉണ്ടാകുന്നു. തുടർന്ന് വലിയ കലാപമായിട്ട് ഗുജറാത്ത് മാറുന്നു. സ്വാഭാവികമായിട്ടും ഡൽഹി മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഗോദ്ര റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു. പിന്നെ ഈ പറഞ്ഞ കണക്ക് 2004 2009 പൊതു തിരഞ്ഞെടുപ്പുകൾ. ഈ സമയത്തൊക്കെ തന്നെ എനിക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും പശ്ചിമ ബംഗാളിലും ഒക്കെ അവിടുത്തെ ഓരോ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നന്ദിഗ്രാം ഞാൻ 2007 ബംഗാളിൻ്റെ രാഷ്ട്രീയം തന്നെ മാറ്റിമറിച്ചൊരു സംഭവമാണല്ലോ നന്ദിഗ്രാമിലെ കലാപം എന്ന് പറയുന്നത്. ആ നന്ദിഗ്രാം കലാപം റിപ്പോർട്ട് ചെയ്യാൻ ബംഗാളിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ നല്ല എന്താ പറയുക, ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് വളരെ സമ്പന്നമായ, വാർത്താസമ്പന്നമായ ഒരു കാലഘട്ടത്തിൽ ഡൽഹിയിൽ കഴിയാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഡൽഹിയിൽ ഇപ്പം സാറിനോട് ചോദിച്ചാൽ ഏറ്റവും ടച്ചിങ് ആയ ഒരു വാർത്ത, ഇൻസിഡൻറ്റ് അങ്ങനെ ഏതെങ്കിലും ഓർത്തെടുക്കാനുണ്ടോ? നിശ്ചയമായി. ഞാൻ ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും വളരെ പ്രധാനമായിരുന്നു. ഒരു ആണവ സ്ഫോടനമായാലും യുദ്ധമായാലും കലാപങ്ങളായാലും. പക്ഷെ വളരെ ദുഃഖത്തോടുകൂടി ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 1-2 സംഭവങ്ങളുണ്ട്. ഒന്ന്, പെട്ടെന്ന് എനിക്ക് വർഷം ഓർമ്മയില്ല, നിധാരി കൂട്ടക്കൊല എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. നിധാരിയിൽ, അത് ഉത്തർപ്രദേശിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് നിധാരി. നിധാരിയിൽ ഒരു വീടിൻ്റെ പരിസരത്ത് നിന്ന് അവിടെ ആ പ്രദേശത്ത് കുട്ടികളെ കാണാതാകുന്നു. അപ്പോൾ കുട്ടികളെ കാണാതാകുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കംപ്ലയിൻസ് ഒക്കെ പോലീസിന് കിട്ടുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഉത്തർപ്രദേശ് പോലീസൊക്കെ ആണല്ലോ, അവരത് വളരെ ഗൗരവത്തോടൊന്നും എടുക്കത്തില്ല. കാരണം വെച്ചാൽ ഈ കുട്ടികൾ വീട് വിട്ട് പോകുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു വീടും കേന്ദ്രീകരിച്ച് ചില ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടാകുകയും ആ വീടിൻ്റെ പരിസരത്തൊക്കെ ചില തിരച്ചിലുകൾ ആളുകൾ നടത്തുകയും ചെയ്തപ്പോൾ ഒരു കുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടി. അതോടുകൂടി പിന്നെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറുകയാണ്. പിന്നെ അവിടെ അന്വേഷിക്കുമ്പം അവിടുത്തെ വാട്ടർ ടാങ്കിൽ ഒക്കെ കുട്ടികളുടെ ഡെഡ് ബോഡിയുടെ സ്കെലിറ്റൺസ് കിട്ടുകയാണ്. അപ്പോൾ അവിടെ താമസിച്ചിരുന്ന ആൾ ഈ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവർ ചെറിയ കുട്ടികളാണ്, ഇപ്പം വളരെ ചേരികളിലൊക്കെ താമസിക്കുന്നവരാണ്. മിഠായിയൊക്കെ കൊടുത്ത് വശത്താക്കിയിട്ട് കൊണ്ടുപോയി പീഡിപ്പിക്കും, എന്നിട്ട് കൊന്നുകളയും. എന്നിട്ട് അവിടെ ഈ വാട്ടർ ടാങ്കിലും അടുക്കളയിലും ഓടയിലും ഒക്കെ ആയിട്ട് ഇവരെ കുഴിച്ചിട്ട് അങ്ങനെ മറവ് ചെയ്യും. അപ്പം അത് നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്യേണ്ട, അതൊരു വലിയ സംഭവമായി മാറി. അപ്പം അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ എന്നെ പിടിച്ചുലച്ച ഒരു റിപ്പോർട്ടിംഗ് ആയിരുന്നു മാനസികമായിട്ട്. 2 വളരെ പ്രധാനപ്പെട്ട ബോംബ് സ്ഫോടനങ്ങൾ എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒന്ന്, എൻ്റെ ഓഫീസ് ഏഷ്യാനെറ്റ് ഓഫീസ് ചാണക്യപുരിയിലാണ്. ഒരു 2005 എൻ്റെ ഓർമ്മ. ഞാൻ വൈകുന്നേരം ഏതാണ്ട് 6 മണിക്ക് വാർത്ത തുടങ്ങാറായിട്ടുള്ള സമയമാണ്. ദീപാവലിയുടെ തലേദിവസമാണ്. ദീപാവലിയുടെ തലേദിവസം ഓഫീസിൽ സ്വാഭാവികമായിട്ട് അവിടെ ഭയങ്കര വെടിക്കെട്ടും പടക്കം പൊട്ടലും ഒക്കെ ആണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഓഫീസിൻ്റെ ഒരു 3 കിലോമീറ്ററിനപ്പുറത്താണ് സരോജിനി നഗർ മാർക്കറ്റ് എന്ന് പറയുന്നത്. സരോജിനി നഗർ മാർക്കറ്റ് എന്ന് പറയുന്നത് സാധാരണക്കാരുടെ മാർക്കറ്റാണ്. ഇഷ്ടംപോലെ ചെറിയ പൈസയ്ക്ക് കുപ്പായങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അതുപോലെ അങ്ങനെ ഒരു ഭയങ്കര ജനക്കൂട്ടം എപ്പോഴും വരുന്നൊരു മാർക്കറ്റാണ്. പ്രത്യേകിച്ച് ദീപാവലിയുടെ തലേന്ന് സരോജിനി മാർക്കറ്റിൽ പെട്ടെന്നൊരു ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നു. ഒരു പാത്രത്തിലൊരു ബോംബ് പൊട്ടിത്തെറിക്കും. പെട്ടെന്ന് ഡൽഹി അലേർട്ടാവും. അപ്പം ഞാൻ ആ റിപ്പോർട്ടിങ്ങിലേക്ക് പോയി. 60 പേരാണ് അവിടെ തുടർച്ചയായ സ്ഫോടനങ്ങളിൽ മരിച്ചത്, ബോംബ് സ്ഫോടനം. അപ്പം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒരു ഉറപ്പുമില്ല അവിടെ ബോംബ് പൊട്ടുമില്ല എന്നുള്ളത്, ഒരു ഉറപ്പുമില്ല.
അപ്പോൾ അതൊരു വലിയ കാഴ്ചയായിരുന്നു. അന്ന് ഡൽഹിയിൽ അതൊരു സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് ആയിരുന്നു. അതിൻ്റെ അന്ന് ഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് പഹാഡ്ഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബോംബ് പൊട്ടിത്തെറിച്ചു. ഗോവിന്ദ്പുരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ബോംബ് പൊട്ടിത്തെറിച്ചു. ആകപ്പാടെ ഡൽഹി ഒരു ഭീകരാന്തരീക്ഷത്തിലേക്ക് പെട്ടുപോയ സമയമായിരുന്നു അത്. അന്ന് മനുഷ്യർ ഈ സ്ഫോടനത്തിൽ മരിച്ചു കിടക്കുന്നത് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. എനിക്ക് ഓർമ്മയുണ്ട്, 6 മണിക്ക് ഞാൻ ലൈവിൽ കയറുകയാണ്. അന്ന് ഏഷ്യാനെറ്റിൽ വ്യക്തിപരമായി പറയുമ്പോൾ അന്ന് വേണുവാണ് വാർത്ത വായിച്ചുകൊണ്ടത്. എൻ്റെ ബ്രദറാണ് വേണു ബാലകൃഷ്ണൻ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയാണത് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിറ്റേ ദിവസം രാവിലെ 4 മണി വരെയാണ് ആ ലൈവ് ഇങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഞെട്ടിക്കുന്ന അനുഭവമായിരുന്നു. ഒരനുഭവം കൂടിയുണ്ട്, അത് ഒരു മാധ്യമപ്രവർത്തകനും മറക്കാൻ കഴിയാത്ത അനുഭവമാണത്. മുംബൈ അറ്റാക്കാണ്. മുംബൈയിൽ പെട്ടെന്ന് ഒരു 7 പേര് വരുന്നു. അവർ വന്ന് ഈ താജും അതുപോലെ തന്നെ ഒബ്രോയ് ട്രൈഡൻറ്റും നരിമാൻ ഹൗസും ഒക്കെ അറ്റാക്ക് ചെയ്യുന്നു. ആ സമയത്ത് ഞാൻ രാത്രിയിൽ ഡൽഹിയിൽ നിന്ന് ബോംബെയിലേക്ക് പോയി. 3 ദിവസം ഞാൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യായിരുന്നു. നിങ്ങൾക്ക് മുംബൈ നഗരത്തെ ഒരിക്കലും ഒഴിഞ്ഞ് കാണാൻ കഴിയില്ല. റോഡിൽ ഈ ഉറങ്ങാത്ത നഗരമാണല്ലോ മുംബൈ നഗരം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വണ്ടികളൊക്കെ എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന തിക്കും തിരക്കുമുള്ള ഒരു നഗരമാണല്ലോ. ഞാൻ മുംബൈയിലെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് ഈ പറയുന്ന താജ് ഹോട്ടലിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ റോഡിലൊരു വണ്ടിയില്ല, ഒരു മനുഷ്യനില്ല. അങ്ങനെ ഒരിക്കലും മുംബൈ നഗരത്തെ ഇനിയും കാണാൻ കഴിയില്ല. അതിന് മുമ്പും ആരും കണ്ടിട്ടുണ്ടാവില്ല. ഒരാളുമില്ലാത്ത വിജനതയിലൂടെയാണ് ഞാൻ എൻ്റെ വണ്ടിയുമായിട്ട് ഈ താജിലേക്ക് പോകുന്നതും റിപ്പോർട്ട് ചെയ്യുന്നത്. 3 ദിവസം ഭക്ഷണം പോലും വെള്ളം പോലും കിട്ടാത്ത അവസ്ഥ, നമ്മുടെ ഈ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ വളരെ ഒരു ഭയങ്കരമായ അവസ്ഥയാണ്. പക്ഷേ നമുക്ക് കാണാം ഈ താജിൽ നിന്നൊക്കെ അതിൻ്റെ ഈ ജനാലയിലൂടെ ഡെഡ് ബോഡീസ് താഴത്തേക്ക് വീഴുന്നതൊക്കെ നമ്മൾ വളരെ ദൂരത്തു നിന്നാണ് നമ്മളിത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ NSG ഗാർഡുകൾ വളരെ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞിരുന്നു, അടുത്തേക്കൊന്നും വരരുത്, എപ്പോഴാണ് എന്താണ് സംഭവിക്കുക, എവിടെയാണ് പൊട്ടിത്തെറി സംഭവിക്കുക എന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ വളരെയധികം സ്ട്രൈക്കിംഗ് ആയിരുന്നു. അതൊന്നും ഈ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ കണ്ണിൽ നിന്ന് മറഞ്ഞു പോകാത്ത സംഭവങ്ങളാണ്. ഏഷ്യാനെറ്റിൽ നിന്ന് കരിയർ അവസാനിപ്പിക്കാണ്ട ഒരു സാഹചര്യം എന്താ? 1996 ഞാൻ ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യുന്നത്. 2011 ഞാൻ ഏഷ്യാനെറ്റ് വിടുന്നത്. അപ്പോൾ 15 വർഷം ഞാനൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഏഷ്യാനെറ്റിൻ്റെ ഭാഗമായിരുന്നു. 15 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ പീരീഡ് അല്ല കേട്ടോ, നിശ്ചയമായും അതൊരു വലിയ പീരീഡാണ്. അതിനിടയിൽ ഞാൻ 96 ഏഷ്യാനെറ്റിൽ വന്നതിന് ശേഷം വിവിധ ചാനലുകൾ മലയാളത്തിൽ വന്നിരുന്നു. അവിടേക്കൊക്കെ അവസരങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. 2011 ഏഷ്യാനെറ്റ് വിടുന്നത്. 15 വർഷം കഴിയുമ്പോൾ ഞാനൊരു മാറ്റം ആഗ്രഹിച്ചു എന്നുള്ളത് ശരിയാണ്. ഏഷ്യാനെറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഏതെങ്കിലും നിലവാരത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എക്സൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഏഷ്യാനെറ്റിൻ്റെ ഭാഗമായിട്ടിരിക്കുമ്പോഴാണ്. ആ സ്ഥാപനത്തോട് എനിക്കുള്ള കടപ്പാട് വലുതാണ്. ആ സ്ഥാപനം എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് അല്ല. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു കെട്ടിടവും അതിൻ്റെ റിപ്പോർട്ടർമാരും അതിൻ്റെ ക്യാമറയല്ല. ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് മലയാളികളാണ്. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ പോയാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? TV വെക്കുമെന്ന് പറയത്തില്ല, ഏഷ്യാനെറ്റ് ഒന്ന് വെച്ച് എന്നാ പറയാം. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന പേര് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ടെലിവിഷൻ്റെ തന്നെ ഒരു പര്യായമാണ്. ഏഷ്യാനെറ്റ് ഒന്ന് വെക്ക് എന്നാ പറയാം. അപ്പോൾ അത് മലയാളികളുടെ ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ ഭാഗമായി നിന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ മമ്മൂട്ടി ചോദിച്ച കണക്ക് 2011 എനിക്ക് വലിയൊരു അവസരം വരുന്നു. വെച്ചാൽ മാതൃഭൂമി ഒരു ന്യൂസ് ചാനൽ ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ മാതൃഭൂമി എന്നെ അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ 15 വർഷമായിട്ട് ഏഷ്യാനെറ്റിലുണ്ട്, ആ അനുഭവ പരിചയമുണ്ട്. അപ്പോൾ ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിന് നേതൃത്വം കൊടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു ധർമ്മം കൂടി നമുക്കുണ്ട് കേട്ടോ. ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഭാഗമായി ആയുഷ്കാലം ജീവിക്കുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന അനുഭവങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പുതിയ സംരംഭം ആരംഭിക്കാൻ കഴിയുമെങ്കിൽ ആ സംരംഭത്തിന് മുന്നിട്ടിറങ്ങാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു റോൾ കൂടി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു പുതിയ സംരംഭം വരുമ്പോൾ എത്രയോ ആളുകൾക്ക് തൊഴിൽ കിട്ടുന്നൊരു സംരംഭമാണ്. പിന്നെ ഒരു പുതിയ വാർത്താ സംസ്കാരം ഉണ്ടാക്കാനും വേറിട്ടൊരു വാർത്താ സംസ്കാരം ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ബാധ്യതയില്ലേ മാധ്യമപ്രവർത്തകർ എന്നുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിലാണ് ഞാൻ മാതൃഭൂമിയിലേക്ക് മാറുന്നത്. 2012 ജനുവരിയിൽ ഞാൻ മാതൃഭൂമിയിൽ ചേർന്നു. ഞാൻ 2022 മാതൃഭൂമിയിലെ മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. അവിടെ 10 വർഷമുണ്ടായി. അപ്പം ഞാൻ നിന്നിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ ദീർഘമായ സമയമാണ് നിന്നിട്ടുള്ളത്. മാതൃഭൂമിയിൽ ഒരു കരിയർ കാലം അവസാനിപ്പിക്കണമെന്ന് തോന്നാനുണ്ടായ പ്രചോദനം എന്താ? മാതൃഭൂമി എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എന്താ പറയുക, ഏഷ്യാനെറ്റ് പോലെ തന്നെ ഒരു നല്ല കാലഘട്ടമാണ്. ഒരു 10 പതിറ്റാണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ സമയമല്ലല്ലോ. മാത്രമല്ല മാതൃഭൂമിയിൽ ഞാൻ അതിൻ്റെ എഡിറ്ററായിരുന്നു, ആ ചാനലിൻ്റെ എഡിറ്ററായിരുന്നു.
ഒരു എഡിറ്റർ എന്ന് പറയുന്നത് എപ്പോഴും വളരെ ട്രിക്കി ആയിട്ടുള്ള, ഞാനെപ്പോഴും പറയും ഒരു ട്രിക്കി പൊസിഷനാണ്. കാരണം വെച്ചാൽ അത് മാനേജ്മെൻറ്റിനും ഈ തൊഴിലാളികൾക്കും ഇടയിലുള്ള ഒരു പോസ്റ്റാണ് അത്. ഒരർത്ഥത്തിൽ എപ്പോഴും നമ്മൾ മാനേജ്മെൻറ്റിനെയും അതേപോലെ തന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെയും ഒരേപോലെ ഒരു ഗുഡ് ഹ്യൂമറിൽ നിർത്താൻ ബാധ്യസ്ഥമായൊരു പോസ്റ്റാണ് എഡിറ്ററിൻ്റെ എന്ന് പറയുന്നത്. ഒരു എഡിറ്ററായിട്ടൊരു സ്ഥാപനത്തിൽ ഒരു പതിറ്റാണ്ട് കാലം നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ സക്സസ് ആണ്. ഇറ്റ് ഇസ് നോട്ട് ഈസി. ഇപ്പം നമ്മൾ ഏത് എഡിറ്റർമാരെ എടുത്തു നോക്കിയാലും നിങ്ങളുടെ സ്വന്തം സ്ഥാപനമല്ല എങ്കിൽ അധികകാലമൊന്നും നമുക്കങ്ങനെ എഡിറ്ററായിട്ട് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ എന്നിട്ട് കൂടിയും എനിക്ക് മാതൃഭൂമിയെ സംബന്ധിച്ച് മാതൃഭൂമിയിൽ ഒരു പതിറ്റാണ്ട് കാലം എഡിറ്ററായി നിൽക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ആ മാനേജ്മെൻറ്റിൻ്റെ എന്നോടുള്ള പിന്നെ ഒരു സ്നേഹത്തിൻ്റെയും ഞാനുമായി ഉള്ള സൗഹൃദത്തിൻ്റെയും കൂടി ഒരു ഘടകം കൊണ്ടാണ്. പിന്നെ ഉറപ്പായിട്ടും എൻ്റെ സഹപ്രവർത്തകരുടെ എന്നിലുള്ള വിശ്വാസവും കൊണ്ടാണ്. പക്ഷേ അത് എപ്പോഴും നമുക്കൊരു എന്താ പറയുക, പല കാര്യങ്ങളിൽ നമുക്ക് യോജിപ്പും വിയോജിപ്പും ഉണ്ടാകും. ഞാൻ പറയുന്നത് എഡിറ്ററായിരിക്കുന്ന ഒരാൾക്ക് ഒരു 60% യോജിപ്പുണ്ടായാൽ മാത്രമേ പിന്നെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. 40% വിയോജിപ്പുകൾ എപ്പോഴും ഉണ്ടാകും. അത് എഡിറ്ററും മാനേജ്മെൻറ്റും എന്ന് പറയുന്നത് എപ്പോഴും സംഘർഷങ്ങളുടെ ഒരു ഏരിയയാണല്ലോ അത്. എന്നാൽ മാതൃഭൂമി എനിക്കൊരു പരിപൂർണമായ സ്വാതന്ത്ര്യമാണ് നൽകിയിരുന്നത്. അപ്പോഴും ചില വിയോജിപ്പുകൾ പിന്നെ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ കൂടുതലും യോജിപ്പുകളാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 10 വർഷം മാതൃഭൂമിയിൽ ഇരിക്കാൻ കഴിഞ്ഞു, അതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇപ്പം ഏഷ്യാനെറ്റിൽ ഞാൻ ഇരിക്കുമ്പോൾ ഞാനൊരു 3ാമത്തെയോ 4ാമത്തെയോ തസ്തികയിലാണ് ഇരിക്കുന്നത്. അവിടെ എനിക്കത് അത്രയും വലിയൊരു റോൾ വഹിക്കാനില്ല. അതേസമയം മാതൃഭൂമി എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ചീഫ് ഓഫ് ന്യൂസ് എന്നുള്ള നമ്പർ 1 പോസ്റ്റാണ്. അവിടെ ആ മാതൃഭൂമി എങ്ങനെയായിരിക്കണം, ആ ചാനൽ എങ്ങനെയായിരിക്കണം, ആ ചാനലിൻ്റെ ഓരോ വാർത്തയോടുമുള്ള സമീപനം എങ്ങനെയായിരിക്കണം, ആ വാർത്തകൾ ഏത് രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടണം എന്നൊക്കെയുള്ളത് പ്രാഥമികമായും അടിസ്ഥാനപരമായും കൺസീവ് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ അർത്ഥത്തിലൊരു വലിയ റോളാണ് മാതൃഭൂമിയിൽ ഞാൻ നിർവഹിച്ചിരുന്നത്. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് നൽകിയിട്ടുള്ള അനുഭവങ്ങളും പാഠങ്ങളും ഒക്കെ വളരെ വലുതാണ്. ആ അർത്ഥത്തിൽ ഞാൻ മാതൃഭൂമിയോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. പിന്നെ ഞാൻ മാതൃഭൂമി വിട്ടതിന് ശേഷം ഒരു ഡിജിറ്റൽ സ്പേസിലേക്കാണ് മാറുന്നത്. നോക്കൂ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ പ്രിൻ്റ് മീഡിയയിൽ നിന്ന് ആരംഭിച്ചു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പ്രിൻ്റ് മീഡിയ എന്ന് പറയുന്നത് എത്ര ആളുകളുടെ ഓപ്ഷനാണെന്ന് എനിക്കറിയത്തില്ല. ഒരു മാധ്യമപ്രവർത്തകനായിട്ട് പഠിച്ചൊക്കെ ആളുകൾ വരുമ്പം അവരുടെ ആദ്യത്തെ ഓപ്ഷൻ പ്രിൻ്റ് മീഡിയ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ എൻ്റെ കാലത്ത് പ്രിൻ്റ് മീഡിയ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനൊരു പ്രിൻ്റ് മീഡിയയിൽ നിന്ന് ആരംഭിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്വാഭാവികമായിട്ടും ഒരു ദൃശ്യമാധ്യമത്തിലേക്ക് വന്നു. ഇന്ന് നമുക്കറിയുന്നത് പോലെ ലോകം ഒരു ഡിജിറ്റൽ മീഡിയയുടെ സ്പേസിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആധുനികമായിരിക്കുന്ന മാധ്യമം എന്ന് പറയുന്നത് ഡിജിറ്റൽ മാധ്യമമാണ്. അപ്പോൾ അവിടെയാണ് ഇനിയൊരു ശ്രദ്ധ വേണ്ടതും അവിടെയാണ് എനിക്കെന്തെങ്കിലും ചെയ്യാൻ ഇനി ഉണ്ട് എങ്കിൽ ചെയ്യേണ്ടതും എന്ന് ഞാൻ വിചാരിച്ചു. കാരണം 25 വർഷം ദൃശ്യമാധ്യമ പ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞൊരു ചെറിയ പീരീഡ് അല്ലല്ലോ. 15 വർഷം ഏഷ്യാനെറ്റിലും 10 വർഷം മാതൃഭൂമിയിലുമായിട്ട്. ദെൻ ഒരു ഡിജിറ്റൽ സ്പേസിലേക്ക് മാറുക എന്നുള്ളത് എൻ്റെ ഒരു തീരുമാനമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മാതൃഭൂമി വിടുന്നത്. പക്ഷെ ഞാൻ ആ സമയത്ത് മാതൃഭൂമി വിട്ടതിന് ശേഷം ഞങ്ങൾ ഏർപ്പെട്ട ഒരു സംരംഭമുണ്ട്. അത് വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. പല കാരണങ്ങളാൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാനും കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ഞാൻ റിപ്പോർട്ടറിൻ്റെ ഡിജിറ്റൽ വിങ്ങിലേക്ക് വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ സന്തോഷം തരുന്നൊരു കാര്യം, ഒരു വർഷമായിട്ടുള്ളൂ നമ്മൾ ആ മേഖലയിൽ, റിപ്പോർട്ടറിൻ്റെ മേഖലയിൽ, ഡിജിറ്റൽ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഇന്ന് കേരളത്തിലെ ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്പർ 1 റിപ്പോർട്ടർ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതൊരു ടീമിൻ്റെ സക്സസ്സാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അത് എനിക്ക് കൂടി അവകാശപ്പെടാവുന്ന ഒരു സക്സസ്സാണ്. സാറിൻ്റെ ഇത്രയും കാലത്തെ ഒരു മീഡിയ എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ മീഡിയയുടെ ഒരു ഭാവി, അത് സോഷ്യൽ മീഡിയകളൊക്കെ സജീവമാകുന്നു, പ്രിൻ്റ് മീഡിയ, വിഷ്വൽ മീഡിയ, ഇതിൻ്റെയൊക്കെ ഒരു ഭാവി എങ്ങനെ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്? ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന് അനിവാര്യമായ ഒരു കാര്യമാണല്ലോ. അപ്പോൾ ആ മാധ്യമങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്നിപ്പോൾ കേരളത്തിൽ നമുക്ക് 4 കോടി ജനസംഖ്യ അല്ലെങ്കിൽ 3.5 കോടി ജനസംഖ്യയാണുള്ളതെങ്കിൽ 2 കോടി മാധ്യമങ്ങളുണ്ടല്ലോ, 2 കോടി മൊബൈൽ ഫോൺ ഉണ്ടല്ലോ. അപ്പോൾ ആ 2 കോടി മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് 2 കോടി മാധ്യമങ്ങൾ തന്നെയാണ്. ആ രീതിയിൽ ലോകത്ത് തന്നെ മാധ്യമം എന്ന് പറയുന്ന ആ സംഭവത്തിൽ പ്രിൻ്റ് മീഡിയ ഏതാണ്ട് ഒരു പരമ്പരാഗത മാധ്യമം എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പം പ്രിൻ്റ് മീഡിയ പരമ്പരാഗത മാധ്യമമായിട്ടാണ് നമ്മൾ കാണുന്നത്. ടെലിവിഷനും ഇപ്പോൾ പരമ്പരാഗത മാധ്യമമാണ്, അല്ലേ? അപ്പോൾ ആ 2 മാധ്യമങ്ങളും പിന്നോട്ട് പോവുകയും
ഡിജിറ്റൽ മാധ്യമം മുന്നോട്ട് വരികയും ചെയ്തു. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൻ്റെ സാങ്കേതികമായ സവിശേഷതകളോടുകൂടി പുതിയ പുതിയ മാധ്യമങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആ പുതിയ പുതിയ മാധ്യമങ്ങൾ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അവർക്കായിരിക്കും ആധിപത്യം ഉണ്ടാവുക. പ്രിൻ്റ് മീഡിയ, അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്നതോടുകൂടി പ്രിൻറ്റിങ് ഒരു വലിയ സാങ്കേതിക വിദ്യയായിട്ട് വികസിക്കുന്നു. അത് പിന്നീട് പിന്നെ പത്രങ്ങളായിട്ട് മാറുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 100-500 വർഷം നമ്മൾ ഈ ലോകത്തെ ഏറ്റവും ആധിപത്യത്തോട് കിട്ടുന്നത് പ്രിന്റ് മീഡിയ അല്ലേ 1490-ലെങ്ങാണ്ടാണ് ഈ പറയുന്ന അച്ചടി യന്ത്രം കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ടുള്ളൊരു 500 വർഷക്കാലം എന്ന് പറയുന്നത് പ്രിന്റ് മീഡിയയുടെ കാലഘട്ടമായിരുന്നു. ടെലിവിഷൻ ഒരു 150 വർഷമൊക്കെ കൊണ്ടാണ് ഈ ലോകത്ത് ഉടനീളം ആധിപത്യത്തിൽ നിന്നത്. ആ ടെലിവിഷൻ്റെ ആധിപത്യവും കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഡിജിറ്റൽ കാലഘട്ടമാണല്ലോ. ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് ഞാൻ കാണുന്നത് ഓരോ മനുഷ്യരും മാധ്യമപ്രവർത്തകരായി മാറിയ ഒരു കാലഘട്ടമാണ്. ഓരോ മനുഷ്യനും മാധ്യമമായി മാറിയിട്ടുണ്ട് അല്ലേ. അതിൻ്റെ സ്വാതന്ത്ര്യം വളരെ വലുതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നിപ്പോൾ നിങ്ങൾ അറിയുന്ന ഒരു കാര്യം മറ്റൊരാളിലേക്ക് എത്തിക്കാൻ ഒരു ഇൻ്റർമീഡിയറിയുടെ ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്കൊരു പത്ര ഓഫീസിൽ പോയിട്ട് അത് എഴുതി കൊടുക്കണ്ട, എന്നിട്ട് പിന്നെ എഡിറ്റർ അത് തീരുമാനം എടുക്കുന്നവരെ കാത്തു നിൽക്കേണ്ട, അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിൽ പോയിട്ട് നിങ്ങളത് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് വന്ന് ഞങ്ങളുടെ ഈ പരിപാടി കവർ ചെയ്ത് തരണമെന്നോ അല്ലെങ്കിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യണോ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ എടുക്കുന്നു, നിങ്ങൾ കാണുന്നൊരു സംഭവത്തെ ഷൂട്ട് ചെയ്യുന്നു, അത് നിങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കുന്നു. ആ അർത്ഥത്തിൽ നമ്മളെല്ലാവരും വളരെ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തകരായി മാറിയിരിക്കുന്നു എന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ നമ്മൾ നിരന്തരം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, ഏതാണ് സത്യം ഏതാണ് അസത്യം എന്നറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് അല്ലേ. ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് ഇന്നിപ്പോൾ നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ സത്യാനന്തര കാലം എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെ ഒരു പോസ്റ്റ് ട്രൂത്ത് വേൾഡിലാണ്, ഒരു സത്യാനന്തര ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുന്നത്. നമുക്ക് സത്യം ഏത് അസത്യം ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അത് ഈ പറയുന്ന ആശയപരമായ ലോകത്താണ് ഏറ്റവും ശക്തമായി നിൽക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു വിശ്വാസത്തെ വളരെ പെട്ടെന്ന് കുറേ മനുഷ്യരിലേക്ക് എത്തിക്കാൻ കഴിയും. ആ വിശ്വാസമാണ് ശരിയെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയും. ഒരു ക്രോസ് ചെക്കിങ്ങും ഇല്ലാതെ ഞാൻ പറയുന്ന കാര്യത്തെ അപ്പാടെ വിഴുങ്ങുന്ന ഒരു വിഭാഗം എനിക്ക് പുറത്തു നിൽക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയും എനിക്ക് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതുവരെ ലോകം കണ്ടിട്ടുള്ളൊരവസ്ഥയല്ല. അത് അങ്ങേയറ്റം അപകടകരമായ ഒരവസ്ഥയാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇലക്ഷനെ കുറിച്ച് നമ്മൾ പറയും. അമേരിക്കൻ ഇലക്ഷനിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ വിജയം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ വിജയമായിട്ടാണ് വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാമല്ലോ, അന്ന് വാഷിങ്ടൺ പോസ്റ്റ് അടക്കം ന്യൂയോർക്ക് ടൈംസ് അടക്കം ഏറ്റവും വിശ്വാസ്യതയുള്ള മാധ്യമങ്ങളിൽ എന്ന് നമ്മൾ പറയുന്ന പത്രങ്ങളെല്ലാം ട്രംപിനെതിരായിരുന്നു. എന്ന് മാത്രവുമല്ല, അവർ പ്രവചിച്ചിരുന്നത് എന്താ? ഹിലരി ക്ലിൻ്റൻ്റെ വിജയമാണ്. ആരാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പിന്നിൽ നിന്നത്? ഡൊണാൾഡ് ട്രംപിൻ്റെ പിന്നിൽ നിന്നത് രാജ്യത്തെ അമേരിക്കയിലെ സമൂഹ മാധ്യമങ്ങളാണ്. സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രചാരണങ്ങൾ മുഴുവൻ ആസൂത്രണം ചെയ്തത്. ഈ വൈറ്റ് ഹൗസിൽ വാഷിങ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും നിർത്തിയ പ്രസിഡന്റാണ് കേട്ടോ ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞത്. എനിക്കത് വേണ്ട എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അത് വളരെ പ്രധാനമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു വെല്ലുവിളിയാണ് ട്രംപ് നടത്തുന്നത് എന്നുള്ളത്. കാരണം അതില്ലാതെ എനിക്കിവിടെ പ്രവർത്തിക്കുകയും എൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുകയും ചെയ്യും എന്ന് ട്രംപ് കൃത്യമായി തെളിയിച്ചിട്ടുള്ള ആളാണ്. നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ നരേന്ദ്രമോദിയെ എനിക്ക് വ്യക്തിപരമായി പരിചയമുണ്ട്. 2000 ഞാൻ ഡൽഹിയിൽ ഉള്ളപ്പോൾ നരേന്ദ്രമോദി BJPയുടെ ജനറൽ സെക്രട്ടറിയാണ്, BJP ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും എനിക്ക് പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആ പാർട്ടിയുടെ പ്രതികരണം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കാണാൻ പോകേണ്ടി വന്നിട്ടുണ്ട്. നരേന്ദ്രമോദി വാസ് വെരി കോഡിയൽ. നല്ല പെരുമാറ്റമാണ് നരേന്ദ്രമോദിയുടെ. മോഡിക്ക് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനമാണ്. എന്ന് മാത്രമല്ല, ഒരു മാധ്യമ ചർച്ചയിൽ നരേന്ദ്രമോദി വിളിച്ചാൽ നരേന്ദ്രമോദി വളരെ നേരത്തെ അവിടെ വന്ന് കൃത്യമായി ഇരിക്കുന്ന ഒരാളാണ്. ആ അർത്ഥത്തിലൊക്കെ നല്ല മാധ്യമ പ്രവർത്തകരുമായി ബന്ധം സൂക്ഷിച്ചിട്ടുള്ള ആളാണ്. എന്നാൽ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായതിനു ശേഷം കലാപം ഉണ്ടാവുകയും ആ കലാപത്തിന് ശേഷം മാധ്യമങ്ങൾ നരേന്ദ്രമോദിയോട് എടുത്തൊരു സമീപനമുണ്ട്. അത് ഇന്നത്തെ സമീപനമല്ല. അന്ന് നരേന്ദ്രമോദിയെ ഒറ്റപ്പെടുത്തി നിർത്തിക്കൊണ്ടാണ് മാധ്യമങ്ങൾ ആഞ്ഞടിക്കുകയായിരുന്നു മോഡിക്കെതിരായിട്ട്. പിന്നീട് മാധ്യമങ്ങളിൽ നരേന്ദ്രമോദിക്ക് ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ നരേന്ദ്രമോദിയുടെ ആശയങ്ങളാണ്, അത് തീവ്രമായ ഹിന്ദുത്വ ആശയത്തിൻ്റെ വക്താവായി മാറിക്കൊണ്ട് നരേന്ദ്രമോദി ജനങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങി. ആ സ്വാധീന ശക്തിയിലാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത്. ഒരു മാധ്യമത്തിൻ്റെയും പിന്തുണയില്ലാതെയാണ്. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം പിന്നെ മോഡിയുടെ പരിധിക്കാക്കി മാധ്യമങ്ങളെ. ഈ രീതിയിൽ നരേന്ദ്രമോദി ചെയ്തത് തന്നെയാണ് ട്രംപ് ചെയ്തത്. ട്രംപ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ട്രംപിൻ്റെതായൊരു പ്രതീതി
സൃഷ്ടിച്ചെടുത്തു. ട്രംപ് പറഞ്ഞു ഞാൻ മെക്സിക്കൻ അതിർത്തിയിൽ മതിലുണ്ടാക്കും എന്ന് പറഞ്ഞു, അമേരിക്കൻ മെക്സിക്കൻ അതിർത്തിയിൽ മതിലുണ്ടാക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പം എന്തിനാണ് ഇതൊരു മതിൽ കെട്ടുന്നത് അവിടെ എന്ന ആളുകൾ ആലോചിക്കുന്നില്ല. കാരണം അവിടെ വലിയ തൊഴിലില്ലായ്മ നിൽക്കുന്നു, അവിടെ ഭയങ്കരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്നു. ആ സമയത്താണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഞാൻ ഈ അമേരിക്കൻ അതിർത്തിയിൽ മതിൽ കെട്ടാൻ പോവാണ്, അങ്ങനെ കുടിയേറ്റക്കാരെ മുഴുവൻ തടയാൻ പോവാണ്, ഒറ്റ നുഴഞ്ഞുകയറ്റക്കാരെ അനുവദിക്കത്തില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു ദേശവികാരം ഉണ്ടാവുകയാണ്. അപ്പോൾ എന്താ, അവരുടെ തൊഴിലില്ലായ്മയെക്കാളും വലിയ പ്രശ്നം, അവർക്ക് സാമ്പത്തിക പ്രതിസന്ധിയെക്കാളും വലിയ പ്രശ്നം ഈ പറയുന്ന നുഴഞ്ഞുകയറ്റക്കാർ, രാജ്യരക്ഷ എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. അതൊരു കപടമായ ഒരു എന്താ പറയുക ഒരു പ്രതീതി സൃഷ്ടിക്കലാണ്. ഇതെങ്ങനെയാണ് ട്രംപിന് സാധ്യമായത്? ഡിജിറ്റൽ മീഡിയയിലൂടെയാണ്. ഈ രീതിയിൽ ഉള്ള ഇപ്പം ബ്രെക്സിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ബ്രിട്ടന് വലിയൊരു ആവശ്യമായിരുന്നു ഈ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു റഫറൻഡം അവർ അവതരിപ്പിക്കുന്നു, ജനങ്ങളുമായി ചർച്ച ചെയ്യുന്നു, ജനങ്ങൾ അതിനെ എതിർക്കുന്നു. അപ്പോൾ ഒരു നിവൃത്തിയില്ല, ബ്രെക്സിറ്റ് നടക്കില്ല, ജനങ്ങളുടെ പിന്തുണയില്ല. അപ്പോൾ ഉടനെ ഒരു മുദ്രാവാക്യം വരികയാണ്, എന്താണ്? ആധിപത്യം തിരിച്ചു പിടിക്കുക. ആധിപത്യം തിരിച്ചു പിടിക്കുക എന്ന് പറയുമ്പം അത് വായിക്കുന്ന ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടാവുകയാണ്. ഇത് നമ്മൾ ആരുടെയെങ്കിലും കീഴിലാണോ, അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ വേറെ ആരെങ്കിലുമൊക്കെ നിയന്ത്രണാധികാരത്തോടുകൂടി നിൽക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടണ്ടേ? ബ്രെക്സിറ്റിന് അനുകൂലമാണ്. നമുക്ക് ഒരു മുദ്രാവാക്യം കൊണ്ട് ഒരു ജനതയുടെ നിലപാടിനെ തന്നെ മാറ്റിമറിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ ഈ ഡിജിറ്റൽ മീഡിയ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നിങ്ങളെ വളരെ പെട്ടെന്ന് എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ വിശ്വാസത്തിലേക്ക്, കപടമായ വസ്തുതകളിലേക്കൊക്കെ നിങ്ങളെ വളരെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങളുടെ പിന്തുണ ആർജിക്കാൻ എനിക്ക് കഴിയും വിധത്തിൽ ഡിജിറ്റൽ മീഡിയ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതിനെ നമ്മളെങ്ങനെ നിയന്ത്രിക്കുന്നു, അവിടെ നമ്മളെങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് ഇനി ലോകം നേരിടുന്ന ഒരു വെല്ലുവിളി. അവിടെയാണ് ഈ ഫേക്ക് ന്യൂസ് അടക്കമുള്ള പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഏത് ഏത് തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വരുന്ന മാധ്യമങ്ങളും ആദ്യഘട്ടത്തിൽ ഈ വെല്ലുവിളികളൊക്കെ നേരിട്ടിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചതിന് ശേഷം ലോകത്ത് ആദ്യമുണ്ടായത് യുദ്ധങ്ങളാണ്. കാരണം ഈ പറയുന്ന പ്രൊട്ടസ്റ്റന്റ് വിഭാഗം എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യൻ സമുദായത്തിലൊരു വിഭാഗമുണ്ട്. ഈ പറയുന്ന പോപ്പിൻ്റെ അധികാരത്തിനെതിരായിട്ട് ഒരു വിഭാഗം പോപ്പ് അധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. അവരുടെ ആശയങ്ങൾ ഈ പ്രിന്റിംഗ് പ്രസ്സിലൂടെ കടത്തിവിട്ട് പുസ്തകങ്ങളാക്കി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. അതോടുകൂടി കുരിശുയുദ്ധങ്ങൾ ഉണ്ടാകുന്നു, ക്രിസ്ത്യാനിറ്റി തന്നെ പിളരുന്നു, പ്രൊട്ടസ്റ്റന്റ് എന്നൊരു വിഭാഗം ഉണ്ടാകുന്നു. നമുക്കിപ്പോൾ പറയാം പ്രിന്റിംഗ് കണ്ടുപിടിച്ചതുകൊണ്ട് ആദ്യമുണ്ടായത് യുദ്ധമാണ് എന്ന് നമുക്കിപ്പോൾ പറയാം. പക്ഷേ അതുകൊണ്ട് അറിവുകളും സഞ്ചരിച്ചു. അതിലൂടെ ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ ലോകത്തെത്തി, ടോൾസ്റ്റോയുടെ നോവലുകൾ ലോകത്തെത്തി, അല്ലെ, അങ്ങനെ മറ്റാശയങ്ങളും ലോകത്തെത്തി. അങ്ങനെ നല്ല നല്ല ആശയങ്ങളിലൂടെ വലിയ വിപ്ലവങ്ങളുണ്ടായി. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ജനങ്ങളിലേക്ക് എത്തി. അങ്ങനെ വിപ്ലവങ്ങളുണ്ടായി, സമൂഹം തന്നെ മാറി മറിഞ്ഞു. അപ്പം പ്രിന്റ് മീഡിയ എന്ന് പറയുന്നതിൻ്റെ തുടക്കത്തിൽ ശരിക്കും പറഞ്ഞാൽ കലാപങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്തത്. പക്ഷെ പിന്നീട് അത് ലോകത്തെ മാറ്റിമറിച്ചു. അതുപോലെ ഡിജിറ്റൽ മീഡിയയും ലോകത്ത് ഇപ്പോൾ ഒരു ഫേക്ക് ന്യൂസ് ഫാക്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഭാവിയിൽ ഡിജിറ്റൽ ലോകം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. നിങ്ങൾ രണ്ട് ലോകത്താണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഓൺലൈൻ ലോകത്തും ഒന്ന് ഓഫ്ലൈൻ ലോകത്തുമാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ ട്രെയിനിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു എയർപോർട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളൊരു വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു സിനിമാ തിയേറ്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ സിനിമ കാണുന്നുണ്ട്. ഇങ്ങനൊരു ഓൺലൈൻ ലോകത്ത് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ കാണുന്ന ഒരു ഓഫ്ലൈൻ ലോകമാണ്. അങ്ങനെ രണ്ട് ലോകത്തായിട്ട് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുണ്ട്. പക്ഷേ ലോകത്തിൻ്റെ ഒരു സവിശേഷത, അത് വളരെ ഭംഗിയായി നിയന്ത്രിക്കാനൊക്കെ ലോകത്തിന് കഴിയും. അത് ആ രീതിയിൽ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് ഈ മാധ്യമ ലോകത്തെ നന്നായി ഉപയോഗിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ വളർന്നു വരുമ്പോഴൊരു ശുഭപ്രതീക്ഷയാണ് ഈ കാര്യത്തിൽ എനിക്കുള്ളത്. എനിക്ക് ഈ ഇൻ്റർവ്യൂവിനുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കി തന്നത് ഇല്ലം ഹെറിറ്റേജ് ആണ്. കൊച്ചി കച്ചേരിപ്പടിക്കടുത്താണ്. മനോഹരമായ റൂം സൗകര്യങ്ങളും എല്ലാ ഫെസിലിറ്റികളും ഉള്ള റിസോർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഓപ്റ്റ് ചെയ്യണം ഈ ഇല്ലം റിസോർട്ട്.